പീഡിയാട്രിക് നഴ്സിംഗ് ഹെമറ്റോളജിക്കൽ ഡിസോർഡറിൽ ആദ്യം സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ഇൻ വിച്ച് ഹീമോഗ്ലോബിൻ എ ഈസ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് ബൈ അബ്നോർമൽ ഹീമോഗ്ലോബിൻ എസ്. ഹീമോഗ്ലോബിൻ എ മീൻസ് അഡൽട്ട് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എസ് മീൻസ് സിക്കിൾ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന് സിക്കിൾ ഷേപ്പാകുന്നതുകൊണ്ടാണ് ഇതിനെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. റിസ്ക് ഫാക്ടേഴ്സ്: പാരന്റ് ഹെറ്ററോസൈഗസ് ഓഫ് ഹീമോഗ്ലോബിൻ എസ് or B of African American descent. Heterozygous parents means parents either mother or father carry a mutated gene of hemoglobin A. Adult hemoglobin ഒരു mutated gene, that means hemoglobin S carry ചെയ്യുകയും അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് അതായത് ഓസ്പ്രിങ്ങിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇതാണ് ഹെറ്ററോസൈഗസ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതോടൊപ്പം ആഫ്രിക്കൻ അമേരിക്കൻ ഡിസെൻസിനും ഇതിന് ചാൻസ് കൂടുതലാണ്. റിസ്ക് ഫാക്ടേഴ്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കണം. സ്ക്രീനിങ് ചെയ്യുന്നത് സിക്കിൾ ടെർബിലിറ്റി ടെസ്റ്റാണ് സ്ക്രീനിങ്ങിന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ സിക്കിൾ ഡെക്സ് ടെസ്റ്റും എന്ന് പറയും. ഇത് ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഫിംഗർ സ്റ്റിക്ക് ചെക്ക് ചെയ്യുന്നതാണ്. വിതിൻ 3 മിനിറ്റ്സിന് റിപ്പോർട്ട് കിട്ടും. ഇഫ് ദ സിക്കിൾ ഡെക്സ് ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ദെൻ നീഡ് ടു കൺഫേം വിത്ത് HB ഇലക്ട്രോഫോറസിസ്. അത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഹീമോഗ്ലോബിൻ എസ് അതായത് സിക്കിൾ ഹീമോഗ്ലോബിൻ ഈസ് സെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ ഓക്സിജൻ കണ്ടൻറ്റ് ഓഫ് ദ റെഡ് ബ്ലഡ് സെൽസ്. അതായത് ബ്ലഡിലെ ഓക്സിജൻ്റെ ചേഞ്ചസ് അനുസരിച്ച് ഹീമോഗ്ലോബിൻ എസ് സെൻസിറ്റീവാണ്. ദാറ്റ് മീൻസ് ഇഫ് ദെയർ ഈസ് റെഡ്യൂസ്ഡ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഓർ ഹൈപ്പോക്സിയ ഉണ്ടായാൽ നോർമൽ ഷേപ്പുള്ള ഹീമോഗ്ലോബിൻ സിക്കിൾ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ഇൻസഫിഷ്യൻറ്റ് ഓക്സിജൻ കോസസ് സെൽ ടു അസ്യൂം എ സിക്കിൾ ഷേപ്പ് and the cell become rigid and clump together, obstructing capillary blood flow. ഇതാണ് നോർമൽ RBC റെഡ് ബ്ലഡ് സെൽസ്. ഇത് ഇങ്ങനെ ഡിസ്ക് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് വെസൽസിൽ കൂടെ വളരെ സിമ്പിളായിട്ട് പാസ് ചെയ്യും. പക്ഷേ ഇഫ് ദെയർ ഈസ് ഓക്സിജൻ ഡെഫിഷ്യൻസി ഈ റോഡ് ഷേപ്ഡ് ഹീമോഗ്ലോബിൻ അതായത് എസ് ഓൾറെഡി ബോഡിയിലുണ്ട്, ആ ഹീമോഗ്ലോബിൻ ഇങ്ങനെ സിക്കിൾ ഷേപ്പായി മാറും. സിക്കിൾ ഷേപ്പായി മാറുമ്പോൾ ഈസി ആയിട്ട് ഇതിന് മൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് സ്റ്റിക്ക് ടുഗദർ ആയിട്ട് ബോഡിയുടെ ഏതെങ്കിലും പാർട്ടിൽ എസ്പെഷ്യലി ജോയിൻസിലൊക്കെ ഇങ്ങനെ ക്ലംപ് ടുഗദർ ആവും. ഇതാണ് സിക്കിൾ സെൽ ഡിസീസ് സിവിയർ പെയിനും എഡീമയൊക്കെ വരാൻ കാരണം. ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കർ പ്രൈമർലി ആസ് എ റിസൾട്ട് ഓഫ് obstruction caused by sickle red blood cells and increased red blood cells destruction. അപ്പോൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എപ്പോഴും ഇല്ല, ഇത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വരുമ്പോഴാണ്, ഈ സിക്കിൾ സെല്ല് ഒബ്സ്ട്രക്റ്റ് ചെയ്യുമ്പോഴാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ സിവിയർ പെയിനാണ് അതിൻ്റെ അത് ഫസ്റ്റ് പേഷ്യൻറ്റിന് ഫീൽ ആകുന്നത്. സിവിയർ പെയിൻ വരുന്നത് ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴാണ്. അതോടൊപ്പം അസോസിയേറ്റഡ് ആയിട്ട് ഈ ഒബ്സ്ട്രക്റ്റ് ചെയ്ത ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ആകും. അങ്ങനെ ബോഡിയിൽ അനീമിയയ്ക്ക് കാരണമാകും. അതുകൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. Precipitating factor important ആണ്. Precipitating factor fever, dehydration, emotional or physical stress, any condition that increase the need for oxygen or alter the transport of oxygen can result in sickle cell crisis. പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറിൽ ഏതാണ്? ഏതെങ്കിലും ഫാക്ടർ ബോഡിയിലെ ഓക്സിജൻ്റെ നീഡ് കൂട്ടുക അല്ലെങ്കിൽ മെറ്റബോളിക് റേറ്റ് കൂട്ടുക, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് സിക്കിൾ സെൽ ഡിസീസ് ഉണ്ടാകുന്നത്, സിക്കിൾ സെൽ ക്രൈസിസ് ഉണ്ടാകുന്നത്. ഫീവർ, മെറ്റബോളിക് റേറ്റ് കൂടും. ഡീഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിജൻ ഉണ്ടെങ്കിലും ഫ്ലൂയിഡ് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഈ ബ്ലഡ് സെൽസിന് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓക്സിജൻ വേണം, രണ്ടാമത് ഹൈഡ്രേഷൻ വേണം. ഈ 2 ഫാക്ടർ സിക്കിൾ സെൽ ക്രൈസിസ് വരാതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് മാനേജ്മെൻറ്റിലും ഫസ്റ്റ് ഓക്സിജനോടൊപ്പം ഹൈഡ്രേഷനാണ്. ഹൈഡ്രേഷൻ കൊടുക്കാതെ പെയിൻ മാനേജ്മെൻറ്റ് കൊടുത്താൽ പെയിൻ റിലീവ് ആകില്ല. ദാറ്റ്സ് വൈ fluid has to give the same time oxygen and pain medication also can administer. സിക്കിൾ സെൽ ക്രൈസിസ്. ഇൻ സിക്കിൾ സെൽ ക്രൈസിസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാസോ ഒക്ലൂസീവ് ക്രൈസിസ്, സ്പ്ലിനിക് സെക്വസ്ട്രേഷൻ, ഹൈപ്പർ ഹീമോലൈറ്റിക് ക്രൈസിസ്, എപ്ലാസ്റ്റിക് ക്രൈസിസ്. ദ സിക്ലിംഗ് റെസ്പോൺസ് ഇസ് റിവേഴ്സിബിൾ അണ്ടർ കണ്ടീഷൻ ഓഫ് ആഡിക്വേറ്റ് ഓക്സിജനേഷൻ ആൻഡ് ഹൈഡ്രേഷൻ. സിക്ലിംഗ് റെസ്പോൺസ് മീൻസ് സിവിയർ പെയിൻസ്, സ്വെല്ലിംഗ്, പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ, അത് കാരണം ജോണ്ടിസ് വരിക, പെയിൽ, അനീമിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിക്ലിംഗ് റെസ്പോൺസ്.
ഓക്സിജൻ ആഡിക്വേറ്റ് ഓക്സിജനും ഹൈഡ്രേഷനും ഉണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ ആണ്. ബട്ട് ആഫ്റ്റർ റിപ്പീറ്റഡ് സിക്ലിംഗ് ദ സെൽ ബിക്കം പെർമനൻ്റ്ലി സിക്കിൾഡ് ആവും. പക്ഷേ കണ്ടിന്യൂസ് ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ദർ ഇസ് സിക്ലിംഗ് റെസ്പോൺസ്, അതായത് ഓക്സിജൻ ഡെഫിഷ്യൻസി വരിക, ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ ഉണ്ടാകാതെ വന്നാൽ ഈ ഹീമോഗ്ലോബിൻ എസ് പെർമനൻ്റ്ലി സിക്ലിംഗ് ഷേപ്പായി മാറും. അത് വളരെ വേഴ്സായ ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യും. സിക്കിൾ സെൽ ക്രൈസിസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വാസോ ഒക്ലൂസീവ് ക്രൈസിസ്. വാസോ ബ്ലഡ് വെസൽസ്, ഒക്ലൂസീവ് ബ്ലഡ് വെസൽസിൽ ഒക്ലൂസ് ചെയ്യുക, അതായത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുക, അതാണ് ക്രൈസിസ്. അതൊരു ക്രൈസിസിലേക്ക് ലീഡ് ചെയ്യും. വാസോ ഒക്ലൂസീവ് ക്രൈസിസ് കോസ്ഡ് ബൈ സ്റ്റാസിസ് ഓഫ് ബ്ലഡ് വിത്ത് ക്ലംപിംഗ് ഓഫ് സെൽ ഇൻ മൈക്രോ സർക്കുലേഷൻ. ഓൾറെഡി പറഞ്ഞു ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സിക്കിൾ ഷേപ്പായി മാറും, സ്റ്റിക്ക് ടുഗദറായി, ക്ലം ടുഗദറാവും, ഇങ്ങനെയെല്ലാം പറഞ്ഞതാണ്. ഇതാണ് വാസോ ഒക്ലൂസീവ് ക്രൈസിസ്. മൈക്രോ സർക്കുലേഷനിൽ ക്ലം ചെയ്യുന്നു. ക്യാൻ ലീഡ് ടു ഇസ്കീമിയ ആൻഡ് ഇൻഫാക്ഷൻ. മാനിഫെസ്റ്റേഷൻസ് ഫീവർ, painful swelling of hands, feet, joints, affected area and abdominal pain. മാനിഫെസ്റ്റേഷൻസ് ഫീവർ, സ്വെല്ലിംഗ് ഓഫ് ഹാൻഡ്സ്, ഫീറ്റ്, എവിടെയെല്ലാം ജോയിൻസ് ഉണ്ട്, എവിടെയാണോ കുറച്ച് എവിടെയാണോ ഒരു ബ്ലഡ് ഫ്ലോയ്ക്ക് ഒരു റെസ്ട്രിക്ഷൻസ് വരുന്നത്, ജോയിൻസിലൊക്കെ റെസ്ട്രിക്ഷൻസ് വരാം, അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ റെഡ് സെൽസ് ക്ലം ടുഗദർ ആകുന്നത്. സോ അവിടെയൊക്കെ സിവിയർ പെയിനും സ്വെല്ലിങ്ങും ഉണ്ടാകും. ഇതാണ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് വാസോ ഒക്ലൂസീവ് ക്രൈസിസ്. നെക്സ്റ്റ്, സ്പ്ലിനിക് സെക്വസ്ട്രേഷൻ. സ്പ്ലിനിക് സെക്വസ്ട്രേഷൻ മീൻസ് കോസ്ഡ് ബൈ പൂളിംഗ് ആൻഡ് ക്ലംപിംഗ് ഓഫ് ബ്ലഡ് ഇൻ സ്പ്ലീൻ. മാനിഫെസ്റ്റേഷൻ പ്രൊഫൗണ്ട് അനീമിയ, ഹൈപ്പോളീമിയ ആൻഡ് ഷോക്ക്. അതായത് ഈ ബ്ലഡ് സെൽസ് എല്ലാം സ്പ്ലീനിൽ പൂള് ചെയ്യുന്നു, ഇതാണ് സ്പ്ലിനിക് സെക്വസ്ട്രേഷൻ വരുന്നത്. അതുകൊണ്ട് സിവിയർ അനീമിയ വരും. ദെൻ ഹൈപ്പോളീമിയ ആൻഡ് ഷോക്ക്. നെക്സ്റ്റ്, ഹൈപ്പർ ഹീമോലൈറ്റിക് ക്രൈസിസ്. ഹൈപ്പർ ഹീമോലൈറ്റിക് ക്രൈസിസ് കോസ്ഡ് ബൈ ആൻ accelerated rate of red blood cells destruction. High hemolysis means breakdown of red blood cell. Hyper means increased amount of red blood cells breakdown. So caused by accelerated rate of red blood cell destruction over a short period. ഇതാണ് ഹൈപ്പർ ഹീമോലൈറ്റിക് ക്രൈസിസ്. ഇതെല്ലാം ഓരോ ക്രൈസിസും അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് വരും. മാനിഫെസ്റ്റേഷൻസ് അനീമിയ, ജോണ്ടിസ്, റെക്ടിക്കുലോസൈറ്റോസിസ്. Aplastic crisis. Aplastic crisis caused by diminished production and increased destruction of blood cells. ഇതെല്ലാം ഹീമോലൈസിസ് ആണ്. ഡിമിനിഷ്ഡ് പ്രൊഡക്ഷൻ, അപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഇല്ല, ഡിമിനിഷ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻക്രീസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ് ട്രിഗേർഡ് ബൈ വൈറൽ ഇൻഫെക്ഷൻ ഓർ ഡിപ്ലക്ഷൻ ഓഫ് ഫോളിക് ആസിഡ്. സോ എപ്ലാസ്റ്റിക് ക്രൈസിസിന് കാരണം വൈറൽ ഇൻഫെക്ഷൻ ആൻഡ് ഫോളിക് ആസിഡ് ഡിപ്ലക്ഷൻ. മാനിഫെസ്റ്റേഷൻ, എല്ലാത്തിലും മാനിഫെസ്റ്റേഷൻ സെയിം ആണ്, അനീമിയ ആൻഡ് പാലർ. നെക്സ്റ്റ് ഇൻ്റർവെൻഷനാണ്. ഇൻ്റർവെൻഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതിൽ നിന്ന് നമുക്ക് ഇൻ്റർവെൻഷൻ മനസ്സിലാവും. ഫസ്റ്റ് ഓക്സിജനേഷൻ, ഹൈഡ്രേഷൻ, പെയിൻ മാനേജ്മെൻറ്റ്. സിക്കിൾ ക്രൈസിസ് വരാതെ നോക്കുക എന്നുള്ളതാണ് സിക്കിൾ സെൽ അനീമിയ ഓർ സിക്കിൾ സെൽ ഡിസീസിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇൻ്റർവെൻഷൻ നോക്കാനായിട്ട്. മെയിൻറ്റെയിൻ ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ ആൻഡ് ബ്ലഡ് ഫ്ലോ ത്രൂ ഓറൽ ആൻഡ് ഇൻട്രാവീനസ്ലി അഡ്മിനിസ്ട്രേറ്റ് ഫ്ലൂയിഡ്. അതായത് ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ കൊടുക്കണം, ഓറലി കൊടുക്കാം അല്ലെങ്കിൽ ഇൻട്രാവീനസ്ലി. പേഷ്യൻ്റ് ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് ഓറലി, ദെൻ ഇൻട്രാവീനസ് ഓൾസോ ക്യാൻ ഗീവ്. സോ ഫസ്റ്റ് മെയിൻറ്റെയിൻ ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ. നെക്സ്റ്റ്, ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെൻറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ആസ് നീഡഡ്. വിത്തൗട്ട് ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ പെയിൻ വിൽ നോട്ട് ബി കൺട്രോൾഡ്. ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെൻറ്റും കൊടുക്കാം, പക്ഷേ ഒരു കാര്യം ഓർക്കുക, എല്ലാ സിറ്റുവേഷനിലും പെയിൻ മാനേജ്മെൻറ്റ് മേ ബി നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യും, പക്ഷേ സിക്കിൾ സെൽ ഡിസീസിൽ ഹൈഡ്രേഷനാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. അഡ്മിനിസ്റ്റർ ഓക്സിജൻ ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. ഓക്സിജനും ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കൊടുക്കുക. ഇൻക്രീസ് ടിഷ്യൂ പെർഫ്യൂഷൻ. Exchange transfusion which reduce the number of circulating sickle cell and risk of complication may be prescribed. എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുന്നത് സർക്കുലേറ്റിംഗ് സിക്കിൾ സെല്ലിൻ്റെ എമൗണ്ട് കുറയ്ക്കാനും അതോടനുബന്ധിച്ചുണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, അഡ്മിനിസ്റ്റർ അനാൽജസിസ്. റൗണ്ട് ദ ക്ലോക്ക് അനാൽജസിസ് ആണ് കൊടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ പെയിൻ ഭയങ്കര സിവിയർ പെയിൻ ആണ്.
അസിസ്റ്റ് ദ ചൈൽഡ് ടു അസ്യൂം എ കംഫോർട്ടബിൾ പൊസിഷൻ. അതായത് ചൈൽഡിന് താല്പര്യമുള്ള രീതിയിലാണ്, ഏറ്റവും കംഫോർട്ടബിളായ പൊസിഷനിലാണ് ബേബി ഇരിക്കുന്നത്, അത് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: കീപ് ദ ചൈൽഡ് എക്സ്ട്രീമിറ്റി എക്സ്റ്റെൻഡഡ് ടു പ്രൊമോട്ട് ദ വീനസ് റിട്ടേൺ. എക്സ്ട്രീമിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം, വീനസ് റിട്ടേൺ ആണ്, അല്ലെങ്കിൽ ജോയിൻസിലാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് പൂള് ചെയ്യുന്നത്. ഇലവേറ്റ് ദ ഹെഡ് ഓഫ് ദ ബെഡ് നോ മോർ ദാൻ 30 ഡിഗ്രി. ഹെഡ് ഒരുപാട് എലിവേറ്റ് ചെയ്യാൻ പാടില്ല. ഒരുപാട് എലിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ വന്നാൽ ആ ജോയിൻസിലും, അതായത് ഹിപ്പ് ജോയിൻസിലൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യാനും സിവിയർ ഫോമിലേക്ക് മാറാനും ചാൻസ് ഉണ്ട്. അവോയ്ഡ് പുട്ടിങ് സ്ട്രെയിൻ ഓൺ പെയിൻഫുൾ ജോയിൻസ്. പെയിൻഫുൾ ജോയിൻസിൽ ഒരു രീതിയിലും സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഡു നോട്ട് റേസ് ദ നീ ക്യാച്ച് ഓഫ് ദ ബെഡ്. അതായത് ലോവർ പാർട്ട് ഓഫ് ദ ബെഡ് റേസ് ചെയ്യാതിരിക്കുക. അതായത് എല്ലാ ജോയിൻറ്റും വളരെ എക്സ്റ്റെൻഡ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. എൻകറേജ് കൺസംഷൻ ഓഫ് ഹൈ കാലറി ഹൈ പ്രോട്ടീൻ ഡയറ്റ് വിത്ത് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ. ഫോളിക് ആസിഡ് കൊടുക്കുന്നത് എപ്ലാസ്റ്റിക് ക്രൈസിസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹൈഡ്രോക്സ്യൂറിയയുടെ ആക്ഷൻ ആൻറ്റി മെറ്റബോളൈറ്റ്. ഹൈഡ്രോക്സ്യൂറിയ ഇസ് എ ആൻറ്റി മെറ്റബോളൈറ്റ് വിച്ച് ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ദ formation of sickle shaped red blood cells and to decrease the incidence of vaso-occlusive crisis. ഒരു മെഡിസിനാണ് നമ്മൾ ആകെ പഠിച്ചത്, ഹൈഡ്രോസ്യൂറിയ. ദിസ് ഇസ് ആൻ ആൻറ്റി മെറ്റബോളൈറ്റ്. ഇത് കൊടുക്കുന്നത് ടു പ്രിവെൻറ്റ് ദ ഫോർമേഷൻ ഓഫ് സിക്കിൾ ഷേപ്ഡ് റെഡ് ബ്ലഡ് സെൽസ്, thereby prevent the incidence of or decrease the incidence of vaso-occlusive crisis. Administer antibiotics as prescribed. Administer antibiotic to prevent infection. Monitor for sign of complication. Complication ഏതൊക്കെയാണ്? അനീമിയ, ഡിക്രീസ്ഡ് പെർഫ്യൂഷൻ ആൻഡ് ഷോക്ക്. ദെൻ ഷോക്കിൻ്റെ സൈനായിട്ട് കാണുന്നതാണ് മെൻ്റൽ സ്റ്റാറ്റസ് ചേഞ്ചസ്, പാലർ, വൈറ്റൽ സൈൻ ചേഞ്ചസ്. Instruct the child and parent about the signs and symptoms of crisis and the measures to prevent crisis. Ensure that the child receive pneumococcal, meningococcal vaccine and annual influenza vaccine because of susceptibility to infection secondary to functional asplenia. സിക്കിൾ സെൽ ഡിസീസിനെ അനുബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ അകത്ത് വാക്സിൻ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. A splenectomy may be necessary for client who experience recurrent splenic sequestration. Splenic sequestration എന്ന് പറഞ്ഞാൽ സ്പ്ലീനിൽ പൂള് ചെയ്യുക, പ്രൊഫോണ്ട് അനീമിയ, ഹീമോലൈസിസ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്പ്ലീനെക്ടമി പ്രിഫേർഡ് മാനേജ്മെൻ്റ് ആണ്. ഇൻഫോം പാരൻസ് ഓഫ് ദ ഹെറിഡിറ്ററി ആസ്പെക്ട്സ് ഓഫ് ഡിസീസ്. അതായത് പാരൻസ് കൗൺസിലിംഗ് അബൌട്ട് ദിസ് ഡിസീസ് കണ്ടീഷൻ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെപ്പിരിഡിൻ, ദാറ്റ് മീൻസ് നമ്മളൊക്കെ പറയുന്ന പെത്തിഡിൻ for pain is avoided because of the risk of normepiridine induced seizure. ഓക്കെ, പെത്തിഡിൻ കൊടുക്കാൻ പാടില്ല. പെത്തിഡിൻ കൊടുത്താൽ റിസ്ക് ഫോർ നോർമെപ്പിരിഡിൻ ഇൻഡ്യൂസ്ഡ് സീഷർ, കൺവൾഷന് ചാൻസ് ഉള്ളത് കൊണ്ട് പെത്തിഡിൻ കൊടുക്കാൻ പാടില്ല. നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ പെത്തിഡിൻ ഇത് കൊടുക്കാൻ പാടില്ല സിക്കിൾ സെൽ ഡിസീസിൽ. ഇത് വളരെ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. നെക്സ്റ്റ്, ഹീമോഫീലിയ. Hemophilia refers to a group of bleeding disorder resulting from a deficiency of specific coagulation protein. ഹീമോഫീലിയ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ബ്ലീഡിംഗ് ഡിസോർഡറാണ്. ഇത് കൊയാഗുലേഷൻ ഫാക്ടറിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് വരുന്നത്. ഐഡൻറ്റിഫൈ ദ സ്പെസിഫിക് കൊയാഗുലേഷൻ ഡെഫിഷ്യൻസി ഫോർ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ദ സ്പെസിഫിക് റീപ്ലേസ്മെൻറ്റ് ഏജൻറ്റ്. ഹീമോഫീലിയ മാനേജ് ചെയ്യാൻ ഏത് കൊയാഗുലേഷൻ ഫാക്ടർ കൊണ്ടുള്ള ഡിസീസാണ് എന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അഗ്രസീവ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഈസ് ഇനീഷ്യേറ്റഡ് ടു പ്രിവെൻറ്റ് ദ chronic crippling effect from joints. അഗ്രസീവ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഇതിലേത് കൊയാഗുലേഷൻ ഫാക്ടറിൻ്റെ ഡെഫിഷ്യൻസി ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അഗ്രസീവായിട്ട് വളരെ ഫാസ്റ്റായിട്ട് അത് റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടതാണ് ടു അവോയ്ഡ് ദ ഫർദർ കോംപ്ലിക്കേഷൻ റിലേറ്റഡ് ടു ബ്ലീഡിംഗ് ആൻഡ് ദിസ് ഡിസോർഡർ. ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ആർ ഫാക്ടർ 8 ഡെഫിഷ്യൻസി, ഹീമോഫീലിയ എ ഓർ ക്ലാസിക് ഹീമോഫീലിയ. ഇത് ഓർത്തിരിക്കണം. 2 ടൈപ്സ് ആണ്, ഫാക്ടർ 8 ഡെഫിഷ്യൻസി ഹീമോഫീലിയ എ ഓർ ക്ലാസിക് ഹീമോഫീലിയ. ഫാക്ടർ 9 ഡെഫിഷ്യൻസി ഹീമോഫീലിയ ബി ഓർ ക്രിസ്മസ് ഡിസീസ്. ഈ 2 ടൈപ്പും ഓർത്തിരിക്കുക.
Hemophilia is transmitted as an X-linked recessive disorder. X-linked recessive disorder means ഫീമെയിൽ കാരിയർ ആണ്. യൂഷ്വലി ഫീമെയിലിന് ഈ ഡിസീസ് കാണാറില്ല, അത് മെയിലിലേക്കാണ് ക്യാരി ചെയ്ത് കൊടുക്കുന്നത്. മെയിലിലാണ് യൂഷ്വലി ഹീമോലൈസിസ് കാണുന്നത്. Carrier female passes on the defect to male. Female offspring are rarely born with this disorder. That's why it's an X-linked recessive disorder. The primary treatment is replacement of missing clotting factor. ഇതിന് ഒന്നും അറിയാൻ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ എളുപ്പമാണ്. ഹീമോഫീലിയ 2 ടൈപ്പ് ഉണ്ട്. ക്രിസ്മസ് ഹീമോഫീലിയ, ദെൻ ഹീമോഫീലിയ എ ഉണ്ട്. ഹീമോഫീലിയ 2 ടൈപ്പ് ഉണ്ട്. ഹീമോഫീലിയ എ ആൻഡ് ബി ആൻഡ് ഫാക്ടേഴ്സ് 8 and 9. Then first identify the which coagulation factor. After that treatment means aggressive replacement of the coagulation factor ആണ്. അതോടൊപ്പം അഡീഷണൽ മെഡിക്കേഷൻ സച്ച് ആസ് ഏജൻറ്റ് ടു റിലീവ് പെയിൻ ആൻഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ് ഓൾസോ ക്യാൻ അഡ്മിനിസ്റ്റർ. അസസ്മെൻറ്റ് അബ്നോർമൽ ബ്ലീഡിങ് ഇൻ റെസ്പോൺസ് ടു ട്രോമ ഓർ സർജറി. എന്തെങ്കിലും ഒരു ട്രോമയോ സർജറിയോ വന്ന അബ്നോർമൽ ബ്ലീഡിങ് വരും. സംടൈം ഈവൻ സർക്കംസിഷന് ശേഷം സിവിയർ ബ്ലീഡിങ് വരും. അങ്ങനെയാണ് അസസ് ചെയ്യുന്നത്. എപ്പിസ്റ്റാക്സിസ് ഓർ നോസ് ബ്ലീഡ്സ്, ജോയിൻറ്റ് ബ്ലീഡിങ് കോസിങ് പെയിൻ, ടെൻഡർനെസ്, സ്വെല്ലിംഗ് ആൻഡ് ലിമിറ്റഡ് റേഞ്ച് ഓഫ് മോഷൻ, ടെൻഡൻസി ടു ബ്രൂസ് ഈസിലി. ഹീമോഫീലിയയിൽ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ നോർമൽ ആയിരിക്കും, ഒള്ളി ക്ലോട്ടിംഗ് ഫാക്ടറിൻ്റെ റിസൾട്ട് ആയിരിക്കും അബ്നോർമൽ ആയിട്ട്. Intervention: monitor for bleeding and maintain bleeding precautions. Prepare to administer factor 8 concentrate, DDAVP or 1-diamino 8-arginine vasopressin, a synthetic form of vasopressin, increases plasma factor 8 and may be prescribed to treat mild hemophilia. ഇതിൽ ഫാക്ടർ 8 പറയുന്ന ഏറ്റവും കൂടുതൽ കാണുന്നത് ഫാക്ടർ 8 ഡെഫിഷ്യൻസി ആയതുകൊണ്ടാണ്. മോണിറ്റർ ഫോർ ജോയിൻറ്റ് പെയിൻ, ഇമ്മൊബിലൈസ് ദ അഫക്റ്റഡ് എക്സ്ട്രീമിറ്റി ഇഫ് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ. മെഡിക്കേഷൻ നോക്കണം. DDAVP 1-diamino 8-arginine vasopressin, ഒരു സിന്തറ്റിക് വാസോപ്രസിനാണ്. ഇൻക്രീസ് പ്ലാസ്മ ഫാക്ടർ 8 അതിന് വേണ്ടിയിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അസസ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്, monitor urine for hematuria, control joint bleeding by immobilization, elevation and application of ice, apply pressure around 15 minutes for superficial bleeding, instruct the client and instruct the child and parent about the sign of internal bleeding, or instruct parents in how to control bleeding. Instruct the parent regarding activity for the child, emphasize the avoidance of contact sports and need for protective device while learning to walk, assist in developing an appropriate exercise plan. എല്ലാ പേരൻ്റൽ അഡ്വൈസും എന്തിനെക്കുറിച്ചാണ്? ബേബിക്ക് ഒരു ചെറിയ ഇഞ്ചുറി വന്നാൽ അല്ലെങ്കിൽ ഒരു ട്രോമ വന്നാൽ എക്സസീവ് ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എക്സസീവ് ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രോമ പോലും അവോയ്ഡ് ചെയ്യുന്നതിനുള്ള പ്രിക്കോഷൻസ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഇൻവോൾവ് ചെയ്യേണ്ടത്. ഇൻസ്ട്രക്ട് ദ ക്ലയൻറ്റ് ടു വെയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് സച്ച് ആസ് ഹെൽമെറ്റ് ആൻഡ് നീ ആൻഡ് എൽബോ പാഡ് വെൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്പോർട്സ് സച്ച് ആസ് ബൈസൈക്ലിംഗ് ആൻഡ് സ്കേറ്റിംഗ്. വെരി ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ട്രോമ വരാൻ ചാൻസ് ഉള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ പാടില്ല. നെക്സ്റ്റ് ഡിസീസാണ് ഓൺ വില്ലേബ്രാൻഡ് ഡിസീസ്. ഓൺ വില്ലേബ്രാൻഡ് ഡിസീസ് ഈസ് എ ഹെറിഡിറ്ററി ബ്ലീഡിംഗ് ഡിസോർഡർ that is characterized by a deficiency of defect in protein termed as on Willebrand. ഓൺ വില്ലേബ്രാൻഡ് ഡിസീസ് ഒരു ഹെറിഡിറ്ററി ബ്ലീഡിംഗ് ഡിസോർഡർ ആണ്. ഇത് സെയിം ആസ് ഹീമോഫീലിയ ആണ്. എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അസസ്മെൻറ്റും എവറിത്തിങ് സെയിം ആസ് ഹീമോഫീലിയ ആണ്. ഇതിൽ ഓൺ വില്ലേബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ക്ലോട്ടിംഗ് ഫാക്ടറുടെ ഒരു പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഈ ബ്ലീഡിംഗ് ഡിസോർഡർ ഉണ്ടാകുന്നത്. The disorder causes platelet to adhere to the damaged epithelium. പ്ലേറ്റ്ലെറ്റ് ആക്ച്വലി ക്ലോട്ടിങ്ങിന് ആവശ്യമാണ്. ഈ പ്ലേറ്റ്ലെറ്റ് ഡാമേജ്ഡ് എപ്പിത്തീലിയത്തിൽ അഡ്ഹർ ചെയ്യുന്നു. ദ ഓൺ വില്ലേബ്രാൻഡ് ഫാക്ടർ പ്രോട്ടീൻ ഓൾസോ സെർവ് ആസ് എ കാരിയർ പ്രോട്ടീൻ ഫോർ ഫാക്ടർ 8. ഈ പ്രോട്ടീൻ ഓൺ വില്ലേബ്രാൻഡ് എന്ന് പറയുന്ന പ്രോട്ടീനാണ് കൊയാഗുലേഷൻ ഫാക്ടറിലുള്ള ഫാക്ടർ 8നെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഈ ബോൺ വില്ലേബ്രാൻഡ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ എൻഡോമെത്തീലിയത്തിൽ അഡ്ഹിയർ ചെയ്താൽ ഫാക്ടർ 8നെ ക്യാരി ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്ലോട്ടിംഗ് നടക്കുന്നില്ല, ബ്ലീഡിങ് വരും. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ ഇൻക്രീസ്ഡ് ടെൻഡൻസി ടു ബ്ലീഡ് ഫ്രം മ്യൂക്കസ് മെംബ്രെയിൻ. അസസ്മെൻറ്റ്: എപ്പിസ്റ്റാക്സിസ്, നഴ്സ് ബ്ലീഡിംഗ്, ഗം ബ്ലീഡിംഗ്,
ഈസി ബ്രൂയിസിങ്, എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിംഗ്. ഇത് സെയിം ആസ് ഹീമോഫീലിയയുടെ അസസ്മെൻ്റ് ആണ്. ഇൻ്റർവെൻഷൻ, treatment and care are similar to measures implemented for hemophilia, including administration of clotting factor. Everything same as hemophilia. Provide emotional support to the child and parent, especially if the child is experiencing an episode of bleeding. Emotional support. A child with a bleeding disorder need to wear a Medi-Alert bracelet. അതായത് ഹീമോഫീലിയ ആണെങ്കിലും വോൺ വില്ലേബ്രാൻഡ് ഡിസീസ് ആണെങ്കിലും ഈ ബേബി എപ്പോഴും ഒരു Medi-Alert ബ്രേസ്ലെറ്റ് ധരിച്ചിരിക്കണം. നെക്സ്റ്റ്, ബീറ്റ തലാസീമിയ മേജർ. Beta thalassemia major is an autosomal recessive disorder characterized by the reduced production of one of the globin chain in the synthesis. ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അൺഅഫക്റ്റഡ് ക്യാരിയർ ഫാദർ ആൻഡ് അൺഅഫക്റ്റഡ് ക്യാരിയർ മദർ. ഇതിൽ ഒരു മ്യൂട്ടേറ്റഡ് ജീൻ്റെ 2 കോപ്പിയുണ്ട്. ഇതിൽ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും നമുക്ക് കാണാം. ഇതിൽ 2 കോപ്പിയുണ്ട്. ഇത് ഫസ്റ്റ് ബേബിക്ക് ഫാദറിൽ നിന്നും ക്യാപിറ്റൽ ആറ് കിട്ടുന്നു, മദറിൽ നിന്നും ക്യാപിറ്റൽ ആറ് കിട്ടും. ദാറ്റ് മീൻസ് അൺഅഫക്റ്റഡ് ആണ്. ഇതിന് 1 in 4 ചാൻസ് ആണ് ഈ ബേബിക്ക് ഡിസീസ് വരാനുള്ള ചാൻസ് ഇല്ല. എങ്കിൽ അതിൻ്റെ അകത്ത് ഡിസീസ് കണ്ടീഷനുള്ള ഒരു കോപ്പി ജീനിൻ്റെ അകത്തുണ്ട്, അത് സ്മോൾ ആറാണ്. പക്ഷെ ആ രണ്ടാമത്തെ ബേബിക്ക് ഫാദറിൽ നിന്ന് കുഴപ്പമില്ലാത്ത ജീനും മദറിൽ നിന്ന് ഒരു ക്യാരി ചെയ്യുന്ന, അതായത് മ്യൂട്ടേറ്റഡ് ജീനും ഉണ്ടെങ്കിൽ അതിന് അൺഅഫക്റ്റഡ് ക്യാരിയർ ആയിരിക്കും, പക്ഷെ ചാൻസ് കൂടുതലായിരിക്കും. പക്ഷെ ഒരു ബേബിക്ക് ഫാദറിൽ നിന്നും മ്യൂട്ടേറ്റഡ് ജീനും മദറിൽ നിന്നും മ്യൂട്ടേറ്റഡ് ജീൻ ആണെങ്കിൽ ഈ ബേബി അഫക്റ്റഡ് ആണ്. ഇതാണ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് ക്യാരി ചെയ്യുന്ന ഫാദറിനോ മദറിനോ ബേബീസ് ഉണ്ടാകുന്ന എല്ലാ ബേബീസിനും വരണം എന്ന് നിർബന്ധമില്ല. അതിൽ ഒരാൾക്കായിരിക്കാൻ വരുന്നത്, ബാക്കിയുള്ളവരെല്ലാം ക്യാരിയർ മാത്രമാണ്. അവർക്ക് നെക്സ്റ്റ് ജനറേഷനിലെ ബേബിക്ക് വരാനാണ് ചാൻസ്. Incidence is highest in individual of Mediterranean descent such as Italian, Greek, Syrian and other offspring. ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കാണ്? റിസ്ക് ഗ്രൂപ്പിൽ പെടുന്നവർ. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ട്രീറ്റ്മെൻറ്റ് ഈസ് സപ്പോർട്ടീവ്. ദ ഗ്ലോബൽ തെറാപ്പി ഈസ് ടു മെയിൻറ്റെയിൻ നോർമൽ ഹീമോഗ്ലോബിൻ ലെവൽ ബൈ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ട്രീറ്റ്മെൻറ്റ് ഇതിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, ജസ്റ്റ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ചെയ്യുന്നത്. ബോൺ മാരോ transplantation may be offered as an alternative therapy. A splenectomy may be performed in a child with a severe splenomegaly who require repeat transfusion. Splenomegaly means spleen can lead to excessive hemolysis. അതുകൊണ്ടാണ് റിപ്പീറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരുന്നത്. Type of thalassemia. Thalassemia minor, asymptomatic silent carrier case. Thalassemia trait produced mild microcytic anemia. Microcytic anemia എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽസിൻ്റെ സൈസ് കുറവാണ്, അതാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. തലാസീമിയ ഇൻ്റർമീഡിയറ്റ്, മാനിഫെസ്റ്റഡ് അറ്റ് സ്പ്ലീനോമെഗലി ആൻഡ് മോഡറേറ്റ് ടു സിവിയർ അനീമിയ ബിക്കോസ് ഓഫ് ഹീമോലൈസിസ്. Thalassemia major result in severe anemia requiring transfusion support to sustain life is also known as Cooley's anemia. Assessment frontal bossing, maxillary prominence, wide set eye with a flattened nose, greenish yellow skin tone, hepatosplenomegaly, severe anemia, microcytic hypochromic blood cells. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്, അതായത് സൈസിലും ഷേപ്പിലും എല്ലാം ചെറുതായിരിക്കും. അനീമിയ വരും. ഗ്രീനിഷ് യെല്ലോ, ഇത് ജോണ്ടിസ് കാരണമാണ് ഗ്രീനിഷ് യെല്ലോ സ്കിൻ ടോൺ വരുന്നത്. നേസൽ ബ്രിഡ്ജ്, then low nasal bridge, epicanthal fold, flat face, small eye opening, short nose, thin upper lip. ഇതൊരു ടിപ്പിക്കൽ ഇവരുടെ ഷേപ്പാണ്. ഇതൊരു ടിപ്പിക്കൽ തലാസീമിയയുടെ അപ്പിയറൻസ് ആണ്. നെക്സ്റ്റ്, ഇൻ്റർവെൻഷൻ. Administer blood transfusion as prescribed. Monitor for transfusion reaction. Administer for iron overload. Iron overload എങ്ങനെയാണ്? മൾട്ടിപ്പിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ് അയൺ ഓവർലോഡ് വരുന്നത്. അയൺ ഓവർലോഡ് വന്ന, ഇതൊരു മെറ്റലാണ്, ഇത് ബോഡിയിൽ ഓവർലോഡ് വന്ന ഒരുപാട് പ്രോബ്ലംസിന് കാരണമാകും. അതിന് കൊടുക്കുന്ന തെറാപ്പിയാണ് കെലേഷൻ തെറാപ്പി. ദാറ്റ് മീൻസ് വിത്ത് ഡെഫിറാക്സിറോസ് ഓർ ഡെഫിറാക്സോമൈൻ. കെലേഷൻ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നതാണ് ഡെഫിറാക്സിറോസ് ഓർ ഡെഫിറാക്സോമൈൻ.
to treat the iron overload and prevent organ damage from the elevated level of iron caused by the multiple transfusion. ഈ മെഡിക്കേഷൻ അതായത് കെലേഷൻ തെറാപ്പി കൊടുക്കുമ്പോൾ ഈ അയണിനെ ബോഡിയിലുള്ള എക്സസ് മെറ്റൽസിനെ ഇത് അബ്സോർബ് ചെയ്ത് യൂറിനിലൂടെ പുറത്തു പോകും. അല്ലെങ്കിൽ ഈ അയൺ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിന് ചാൻസ് ഉണ്ട്. ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ അകത്തുനിന്നാണ് ഈ അയൺ കൂടുതൽ പേഷ്യൻറ്റിന് കിട്ടുന്നത്. സോ ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. If the child had a splenectomy, instruct parent to report any sign of infection because of risk for sepsis. Ensure that parent understand the importance of child receiving pneumococcal, meningococcal vaccine in addition to all annual influenza vaccine, regularly scheduled vaccines also. Provide genetic counseling. ഈ എല്ലാ ഡിസീസിനും ഓൾമോസ്റ്റ് സെയിം ആണ്. എല്ലാ പേഷ്യൻറ്റും വാക്സിൻ കൊടുത്തിരിക്കണം, ജനറ്റിക് കൗൺസിലിംഗ് കൊടുക്കണം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും, അയൺ ഓവർലോഡ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വരും. ഒരു കുറച്ച് വ്യത്യാസമുള്ളത് സിക്കിൾ സെൽ അനീമിക്കാണ്, മെയിനായിട്ട് ഓക്സിജനാണ്, ഹൈഡ്രേഷനാണ്, പെയിൻ മാനേജ്മെൻറ്റാണ്. പെത്തിഡിൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയ, അയൺ സ്റ്റോർസ് ആർ ഡിപ്ലക്റ്റഡ് റിസൾട്ടിംഗ് ഇൻ ആൻ ഇൻക്രീസ്ഡ് സപ്ലൈ ഓഫ് അയൺ ഫ്രം ദ മാനുഫാക്ചർ of hemoglobin in red blood cells. Red blood cells are microcytic and hyperchromic. അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറഞ്ഞാൽ അയൺ ഇമ്പോർട്ടൻ്റ് ആണ് ആർ ബി സിയുടെ പ്രൊഡക്ഷന്. ഇപ്പോൾ അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, ഉള്ള ആർ ബി സി തന്നെ മൈക്രോസൈറ്റിക്കും ഹൈപ്പോക്രോമിക്കും ആയിരിക്കും. അതായത് മൈക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് ആയിരിക്കും, അതിന് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറവാണ്. ഹൈപ്പോക്രോമിക് എന്ന് പറഞ്ഞാൽ അത് പെയിലായിരിക്കും. എക്സസീവ് കൗ മിൽക്ക് ഇൻടേക്ക് മോർ ദാൻ 24 ounce, അതൊരു 720 ml ഒക്കെയാണ്, നോക്കി കുഴപ്പമില്ല. 1 ounce 30 ml ആണ്. എക്സസീവ് കൗ മിൽക്ക് ഇൻടേക്ക് ആൻഡ് ലാക്ക് ഓഫ് ആഡിക്വേറ്റ് കൺസപ്ഷൻ ഓഫ് ഫുഡ് റിച്ച് ഇൻ അയൺ ആർ റിസ്ക് ഫാക്ടർ ഫോർ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഇൻ ചിൽഡ്രൻ. കാരണം എക്സസീവ് കൗ മിൽക്ക് ഇൻടേക്ക്, അതായത് 24 ounce ആണ് പറയുന്നത്. അതോടൊപ്പം അയൺ ഫുഡ് കുറവാണെങ്കിൽ, അയൺ കണ്ടെയ്ൻ ഫുഡ് കുറവാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാം. Iron supplement is prescribed. It should not be given with milk because will affect absorption. ഇത് മെയിനായിട്ട് മിൽക്ക് കൂടുതൽ കൊടുത്താൽ അയൺ അബ്സോർബ് ചെയ്യില്ല, അതുകൊണ്ടാണ് മിൽക്ക് കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ലിക്വിഡ് അയൺ പ്രിപ്പറേഷൻ മേ ബി പ്രിസ്ക്രൈബ് ടു ട്രീറ്റ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ലിക്വിഡ് അയൺ കൊടുക്കാം, പക്ഷേ അറിഞ്ഞിരിക്കേണ്ട കാര്യം ടീച്ച് ദ പാരന്റ് ആൻഡ് ചൈൽഡ് ദാറ്റ് ലിക്വിഡ് അയൺ നീഡ് ടു ടേക്കൺ ത്രൂ എ സ്ട്രോ ആൻഡ് ദാറ്റ് ദ ടീത്ത് നീഡ് ടു ബി ബ്രഷ്ഡ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ. സ്ട്രോയിലൂടെയാണ് ലിക്വിഡ് അയൺ എടുക്കുന്നത്, കാരണം ടീത്തിന് സ്റ്റെയിൻ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സ്ട്രോയിലൂടെ എടുക്കുക, അതിനുശേഷം മൗത്ത് വാഷ് ചെയ്യുക, ടീത്ത് വാഷ് ചെയ്യുക. അതോടൊപ്പം സ്റ്റൂളിന് കളർ വ്യത്യാസം വരുന്ന കാര്യവും അവരെ ഇൻഫോം ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹെമറ്റോളജിക്കൽ ഡിസോർഡറിൽ ബേബീസിൻ്റെ മെയിനായിട്ടുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അഡൽറ്റിന് നമ്മൾ കുറച്ച് പഠിക്കും, അതോടൊപ്പം ഓൺകോളജിയിലും പഠിക്കാനുണ്ട്. പക്ഷേ ഇതിൽ മെയിനായിട്ട് പറഞ്ഞ പോയിൻറ്റ്സ് ബേസ് ചെയ്തായിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം ക്വസ്റ്റ്യൻസ് വരുന്നത്. എസ്പെഷ്യലി സിക്കിൾ സെൽ അനീമിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ട്രോമ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്പോർട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ ഓക്സിജൻ, ഇങ്ങനെ മാനേജ്മെൻറ്റിൽ കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടതാണ്.